സമയത്ത് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ദൈവവചനവുമായി നിൽക്കാൻ കിട്ടിയ ഒരു അവസരം തന്ന അച്ഛന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ വചന വായനയ്ക്കായിട്ടുള്ള മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ നാലാമത്തെ വാക്യം വായിക്കുന്നു. ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗസ്ഥനായ പിതാവേ, ഈ ഒരു ഹോളി വീക്ക് സമയത്ത് ദേവാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനവുമായി നിൽക്കാൻ കിട്ടിയ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഒരു വചന വായന, ഈ ഒരു ധ്യാനം എല്ലാവരുടെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ ശുദ്ധിക്കും രക്ഷയ്ക്കും വിടുതലുമായി തീർക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോളി വീക്കിൽ നിൽക്കുകയാണ്. ഇന്ന് ട്യൂസ്ഡേ. അപ്പോൾ ഈ ഒരു വായന എന്ന് പറയുന്നത് യുഗാന്ത്യത്തെക്കുറിച്ചും ജെറുസലേം ദേവാലയത്തിന്റെ നാശവും യേശുക്രിസ്തുവിന്റെ 2ാം വരവുമാണ് ഇതിൽ പറയുന്നത്. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 1-28. അപ്പം അതില് വളരെ വ്യക്തമായിട്ട് ആ കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ പീഡനത്തിന്റെ, ആ ദുരിതത്തിന്റെ. അപ്പം അത് ഈറ്റ് നോവ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് പ്രസവ വേദനയായിട്ട്, ഡെലിവറി പെയിനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം പിന്നീട് നമുക്ക് ഏറെ സന്തോഷത്തിലുള്ള കാരണമാണ് വരുന്നത്. ഇപ്പൊ ഇതിന് പറയുന്നുണ്ട്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുന്നു. കാരണം ഒരുപാട് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വരും. അപ്പൊ അതിൽ നമ്മൾ ചഞ്ചലപ്പെടരുത് എന്ന് മാത്രമല്ല, ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. എങ്കിലും ഇതൊക്കെയാണ് ഈറ്റ് നോവിന്റെ ആരംഭം. അത്രയും കള്ള പ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. പക്ഷേ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഇതില് 3 ടൈപ്പ് ഓഫ് ഈവിൾ ആണ് പറയുന്നത്. ഒന്ന് സ്പിരിച്വൽ ഈവിൾ, രണ്ടാമത് മോറൽ ഈവിൾ, മൂന്നാമത് നാച്ചുറൽ ഈവിൾ. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയ മണ്ഡലത്തിലുള്ള ഈവിളാണ്. അതായത് നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള തെറ്റായ പ്രബോധനങ്ങൾ. ഈ സാത്താൻ കയറുന്ന ഒരു വാതിൽ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളാണ്, റോങ് ടീച്ചിങ്സ്. അപ്പോൾ ആ ആത്മീയ മണ്ഡലത്തിലെ ആ ഒരു ഡിസെപ്ഷൻ. രണ്ടാമത് മോറൽ ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ടുള്ളത്. ഇപ്പം യുദ്ധങ്ങൾ കാണുന്നുണ്ട്, മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ കുടുംബങ്ങൾ, ഫാമിലിയിലാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. ബൈബിളിൽ തന്നെ പറയുന്നത് സ്നേഹം തണുത്തു പോയിരിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ മൂന്നാമത് നാച്ചുറൽ ഈവിൾ, അതായത് യുദ്ധങ്ങളും ക്ഷാമങ്ങളും. നമുക്കറിയാം, പല രീതിയിലുള്ള ക്ഷാമങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള റിലീജിയസ്, സ്പിരിച്വൽ, മോറൽ ഡിസെപ്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ക്രിസ്തു 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. അതായത് നുണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസത്യം, അർദ്ധസത്യം, ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ധരിപ്പിക്കാനുള്ള ഒരു അരൂപി, ആന്റി ക്രൈസ്റ്റിന്റെ, എതിർ ക്രിസ്തുവിന്റെ ഒരു അരൂപിയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് നുണയാണ്. സത്യം എന്തായാലും ആർക്കും കേൾക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചിന്താവിഷയം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. ആ ചിന്താവിഷയം എന്ന് പറയുന്നത് 1920s അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന ഒരു കഥയാണ്. അതായത് അവിടെ ചാർലി ചാപ്ലിൻ മത്സരം, ഫാൻസി ഡ്രസ് മത്സരം. ഇപ്പോൾ ചാർലി ചാപ്ലിനായിട്ട് ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ നടപ്പും പിന്നെ വാക്കും അദ്ദേഹത്തിന്റെ തൊപ്പിയും അതുപോലെ തന്നെ പാവയ്ക്ക് കീട്ട് കൊടുത്ത പോലെയുള്ള നടപ്പ്, അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾക്ക് 1ാം സ്ഥാനം.
അപ്പോൾ ഇതാണ് ചാർലി ചാപ്ലിൻ മത്സരം. അപ്പോൾ ഇത് ചാർലി ചാപ്ലിൻ തന്നെ അന്ന് ഒരു കൗതുകം തോന്നിയിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് ഒരു അനോണിമസ് പേരിൽ അദ്ദേഹവും ഈ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞ് ഇതിന്റെ വിധി വന്നപ്പോൾ യഥാർത്ഥ ചാർലി ചാപ്ലിന് 27ാം സ്ഥാനമാണ് ലഭിച്ചത്. അപ്പോ ചാർലി ചാപ്ലിനെക്കാട്ടിലും നന്നായിട്ട് ചാർലി ചാപ്ലിനായിട്ട് അഭിനയിച്ച ആളിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. അപ്പോ സത്യത്തിന് 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും സത്യമല്ലാതെ ഇരിക്കുന്നില്ലല്ലോ. ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു കൂട്ടായ്മ അല്ലെങ്കിൽ എവിടെ പോവുകയാണെങ്കിൽ ഈ നുണ കേൾക്കാനും നുണ പ്രചരിപ്പിക്കാനും പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷനോടുകൂടി പിന്നെ അർത്ഥസത്യങ്ങളുടെ ഒക്കെ കാലമാണ്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് നുണയാണ്. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നുണ നല്ല രീതിയിലാണ് പാർട്ടി ധരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ വഴിതെറ്റി പോകാതെ നമ്മുടെ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ഈ ദേവാലയത്തിൽ ഇരുന്നപ്പോൾ ഞാൻ തന്നെ വിചാരിക്കുകയായിരുന്നു, അതായത് നമ്മുടെ ജീവിത യാത്ര എന്ന് പറയുന്നത് ഏറെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അതായത് വിശുദ്ധ ബൈബിൾ തന്നെ നമുക്ക് വലിയൊരു മാപ്പാണ്, ഒരു സർവൈവൽ ഗൈഡാണ്. ഇവിടെ ഇരുന്നിപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, എത്രയോ ബൈബിളിലെ ഇപ്പോൾ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പോയ ശൗല്. എന്ത് ഗ്ലോറിയസ് ആയിട്ടുള്ള ബിഗിനിങ് ആയിരുന്നു, പക്ഷെ എന്ത് ട്രാജിക് ആയിരുന്നു. അപ്പൊ ആ വരികൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അതായത് ശൗല് 1000 കൊന്നു, ദാവീദോ 10,000. അപ്പൊ ആ ഒരു വാക്കിലാണ് ശൗലിന് ദാവീദിന് അഗെയിൻസ്റ്റ് ഒരു കണ്ണുകടി തോന്നി അവസാനം സ്വന്തം വാളാൽ നശിക്കുകയാണ്. അതുപോലെ തന്നെ യൂദാസിന്റെ വെള്ളിക്കാശ് 8 മണിക്ക് ആ വെള്ളിക്കാശ് നെഞ്ചോട് ചേർത്ത് വെച്ചു, 2 മണിക്ക് അത് വലിച്ചത്. ഏറെ സ്നേഹിച്ചതിനെ ഏറെ വെറുക്കേണ്ടി വന്നു. ബൈബിളിലെ ഏറ്റവും വലിയ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വെട്ടിപ്പിടുത്തക്കാരനാണ് യാക്കോബ്. വെട്ടിപ്പിടുത്തക്കാരൻ, അതായത് നമുക്കറിയാം അമ്മായിപ്പിന് പണി കൊടുത്തു, അതുപോലെ തന്നെ അച്ഛനും ചേട്ടനും ഒക്കെ നല്ല പണി കൊടുത്തിട്ടാണ് യാക്കോബ് എല്ലാം നേടിയത്, റാഹേലിനെ ഉൾപ്പെടെ നേടിയത്. പക്ഷെ ആ പ്രിയപ്പെട്ട റാഹേലിനെ ബെത്ലഹേം എത്തുന്നതിന് മുൻപ് വഴിയിൽ അടക്കേണ്ടി വന്നു. അപ്പൊ ഏറെ സ്നേഹിച്ചതിനെ ഏറെ വെറുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മൾ സംഖ്യ 11 നോക്കുകയാണെങ്കിൽ കിബ്രത്ത് ഹത്താവ നമുക്കറിയാം, മന്നയിൽ തൃപ്തിപ്പെടാതെ ഇസ്രായേൽ ജനം ഇറച്ചി വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആ ഇറച്ചി തന്നെ പല്ലിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചു, പക്ഷെ അത് ഇറക്കാൻ പറ്റിയില്ല. പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു മഹാബാധ വന്ന് അവിടെ ഒരു വലിയ സിമെട്രി ആവുകയാണ്. അപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിലം മറന്ന നിലവിളിയാണ് സംഖ്യ 11. പുറപ്പാട് 3 നോക്കുകയാണെങ്കിൽ നിലനിൽപ്പിന്റെ ഒരു നിലവിളി, ആ നിലവിളിയാണ് ദൈവം കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അതിര് കടന്ന ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരികയാണെങ്കിൽ അതിന്റെ അറ്റത്ത് മരണമുണ്ട്. അതാണ് യൂദാസിന്റെ ഈ ഒരു വെള്ളിക്കാശിന്റെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ആ വെള്ളിക്കാശിന്റെ കിലുക്കം. അതുപോലെ തന്നെ ഈ ഇന്നത്തെ നമ്മുടെ ഈ നൊയമ്പ് ആരംഭിച്ചപ്പോൾ തൊട്ടുള്ള ലെൻറ്റൻ റിഫ്ലക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാനായിലെ കല്യാണം, ദൈവം വെള്ളം വീഞ്ഞാക്കിയത് തൊട്ട്, അത് കഴിഞ്ഞിട്ട് കുഷ്ഠരോഗിയുടെ സൗഖ്യം, അത് കഴിഞ്ഞിട്ട് കഫർനഹൂമിലെ ആ വീട്ടില് തളർവാദ രോഗിയുടെ സൗഖ്യം, അത് കഴിഞ്ഞിട്ട് കൂനിയായിട്ടുള്ള സ്ത്രീയുടെ, കനാന്യ സ്ത്രീയുടെ സൗഖ്യം, മകളുടെ സൗഖ്യം, അത് കഴിഞ്ഞിട്ട് കൂനിയായ സ്ത്രീയുടെ സൗഖ്യം, പിന്നെ ഭർത്തിമായ്ക്ക് കുരുടനായിട്ടുള്ള ഭർത്തിമായ എന്ന യാചകന് ലഭിച്ച സൗഖ്യം. പക്ഷെ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വേദഭാഗം എന്ന് പറയുന്നത് കൂനിയായിട്ടുള്ള സ്ത്രീയുടെ സൗഖ്യമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളെല്ലാവരും കൂന് ബാധിച്ചവരാണ്. കാരണം നമുക്ക് നിവർന്നു നിൽക്കാനോ നമ്മുടെ ആ ഒരു നടപ്പും വർത്തമാനവും കാഴ്ചയും ഒക്കെ ഇനിയും നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാറുണ്ട്. ഈ കൂനിയായിട്ടുള്ള സ്ത്രീയെ ദൈവം ദേവാലയത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടാണ് സൗഖ്യമാക്കുന്നത്. കനാന്യ സ്ത്രീയും മറ്റേ കുരുടനായിട്ടുള്ള ഭർത്തിമായും ഒക്കെ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പൊ ഇതില് എന്നെ ഏറെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു വേദഭാഗമാണ് ഈ കൂനിയായിട്ടുള്ള സ്ത്രീയുടെ സൗഖ്യം. അപ്പൊ നമുക്കും നമ്മുടെ കൂനുകളൊക്കെ മാറ്റി നിവർന്നു നിന്ന് ആ ഒരു രക്ഷയുടെ വഴിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനായിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ മാറ്റണം, ദൈവത്തിലോട്ട് അടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെയും അവരെയും പരനെയും കാണാനായിട്ട്
സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു യഥാർത്ഥ വിടുതൽ ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂനുകളൊക്കെ നിവർന്ന് നമ്മൾ യേശുവിനെ കാണുമ്പോഴാണ് നമുക്ക് ആ യഥാർത്ഥ വിടുതൽ ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച കൊണ്ടാടിയപ്പോൾ ഏറ്റവും വലിയത് സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ് യേശുക്രിസ്തു കഴുതപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് നൽകുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്ത് കാണുകയാണെങ്കിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഞാനും ഡ്രൈവ് ചെയ്താൽ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തുമാത്രം വയലൻസ് ഉള്ള സൊസൈറ്റിയാണ്. റോഡ് റേജ് അല്ലെങ്കിൽ ഒരു ക്യൂവിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഷൗട്ടിങ്ങും നിയമം കയ്യിലെടുത്തും ഒക്കെയാണ് നേടിയെടുക്കുന്നത്. യാതൊരു രീതിയിലുള്ള പേഷ്യൻസോ ഒന്നുമില്ലാത്ത ഒരു വയലന്റ് സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതുപോലെ കുടുംബത്തിലും ഇന്ന് പല കുടുംബത്തിലും സമാധാനം ഇല്ലായ്മയാണ് കാണുന്നത്. പല രീതിയിലും ആൾക്കാർ ആദിയിലും ആൻസൈറ്റിയും ഭയവും ഒക്കെ കൊണ്ട് പല പരാജയങ്ങളെയൊക്കെ എങ്ങനെ നേരിടും. കുടുംബത്തിൽ സമാധാനമില്ലാതെ എൻ്റെ മക്കളൊക്കെ എനിക്ക് തോന്നുന്നത് നാഗവല്ലിയൊക്കെ ആയിട്ട് ആടുന്ന ഒരു കാലം. കാരണം അവരോട് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്താ എന്നുള്ള ആ ഒരു വെല്ലുവിളിയോടുകൂടിയാണ് മാതാപിതാക്കളെ സമീപിക്കുന്നത്. ഇപ്പോൾ പേരന്റിങ്ങിലാണെങ്കിലും ഒക്കെ വലിയൊരു ചലഞ്ചാണ്. ഈ ഒരു സമാധാനമില്ലാത്ത ഈ ഒരു സമൂഹത്തിന് നമുക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താം? അത് ക്രിസ്തു വഴി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു നിരന്തരമായിട്ടുള്ള ഒരു യാത്രയാണ്. കാരണം നമുക്കറിയാം ഗ്ലോറിയസ് ആയിട്ടുള്ള ബിഗിനിങ് ഉള്ളവരുടെ മിക്കവരുടെയും ട്രാജിക് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പം നേടിയെടുക്കാൻ കഴിയാവുന്നതല്ല. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ശലോമോൻ എഴുതിയ 3 പുസ്തകങ്ങൾ പോലെയാണ്. അതായത് ആദ്യത്തെ ഉത്തമഗീതം, രണ്ടാമത് സദൃശ്യവാക്യങ്ങൾ, മൂന്നാമത് സഭാപ്രസംഗം. അപ്പൊ ആദ്യം നമുക്ക് എല്ലാത്തിനോടും ഒരു പ്രണയം, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ആദ്യത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. എല്ലാം ഒരു പ്രകടനം. നമുക്ക് ചെറുപ്പക്കാരെ അറിയാം, വളരെയധികം സ്പീഡിൽ പോകുന്നു, ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നുള്ള രീതി. രണ്ടാം പദ്ധതിയിലോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമൊക്കെ തേടിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സദൃശ്യവാക്യങ്ങൾ. മൂന്നാമത് സഭാപ്രസംഗി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എല്ലാം മായയായിട്ട് തോന്നും. നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന നമ്മുടെ സർവൈവൽ എന്തിനാണ്, ഇത് എന്തിനാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ. അപ്പോൾ നമ്മൾ ഈ കുമാരനാശാന്റെ വീണപൂവ് കവിത തന്നെ ഇങ്ങനെ ആശ്ചര്യത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ അത് അവസാനിക്കുന്നത് അത് നിരാശയിലാണ്. അതായത് ആ പുഷ്പമേ അത്യുംഗ പദത്തിൽ എത്ര ശോഭിച്ച് നിൽക്കുന്ന ഒരു രാജ്ഞി കണക്ക് നീ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആശ്ചര്യത്തിൽ തുടങ്ങി പിന്നെ നിരാശയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീവിതയാത്ര പല രീതിയിലും പീപ്പിൾ പ്ലീസിംഗ് ആണ് നമ്മളിന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. ആൾക്കാരുടെ അപ്രൂവലും ആൾക്കാരുടെ കയ്യടിയും ആൾക്കാരുടെ ഗുഡ് ബുക്സിലും മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രകടനം. പക്ഷെ അതല്ലല്ലോ നമ്മളെ ദൈവസന്നിധിയിലോട്ട് എത്തിക്കുന്നത്. പീപ്പിൾ പ്ലീസിംഗ് മാറ്റി നമ്മൾ സ്വയം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു ജനനത്തിന്റെ ദൗത്യം, ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവം നൽകുന്ന ആ ഒരു സമാധാനവും സൗഖ്യവും വിടുതലും നൽകുള്ളൂ. കുടുംബത്തിലും സമാധാനം ഉണ്ടാകുള്ളൂ. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഇൻഫർമേഷനാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ലൈഫിൽ നിൽക്കുന്ന ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ആണ് എനിക്കിപ്പോൾ. കാരണം മിഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ, നമുക്ക് ബ്രെയിൻ റെസ്റ്റ് ഇല്ല, ബ്രെയിൻ ഫോഗ് വരും, കൺഫ്യൂഷൻ, ക്ലാരിറ്റി ഇല്ല ചിന്തയിൽ. നമുക്ക് വേണമെന്നോ വേണ്ടാതെയാണോ ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻ ബോംബാർഡ്മെന്റ് ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലാരിറ്റി തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി പെർഫോമൻസ് കാണിച്ചിട്ട് കാര്യമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, പലരും പല ഉത്തരങ്ങൾ തേടി നടക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കസിന്റെ അവരുടെ കൂടെയുള്ള ഒരു പാർട്ട്ണർ 46 വയസ്സേ ഉണ്ടായിരുന്നു. അവര് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പോൾ ജിമ്മിന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം അന്വേഷിച്ചു പോകുമ്പോൾ അവർ വേണ്ടത് എല്ലാ ട്രീറ്റ്മെന്റും തക്ക സമയത്ത് തന്നെ ചെയ്തു. അപ്പോൾ ഏറ്റവും നല്ല ഫിറ്റ്നസ്സും ഏറ്റവും നല്ല മാനസിക ആരോഗ്യവും എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഡോക്ടേഴ്സിന് പോലും മരണ കാരണം
എക്സാക്ട് ആയിട്ടുള്ള റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യത്തിൽ വി ഹാവ് ടു കം ടു എ ക്ലോഷർ ആൻഡ് മേക്ക് പീസ് വിത്ത് റിയാലിറ്റി, then only we can move on. അല്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ കിട്ടണമെന്നില്ല. ഞാൻ എൻ്റെ ജീവിത അനുഭവം കൂടിയാണ് നിങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം പലപ്പോഴും നമുക്കെതിരെ വരുന്ന ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ആ രീതിയിൽ നമ്മളും പലപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയല്ല, എന്തുകൊണ്ടാണ് ഇത്ര രീതി. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നില്ല. വി ഹാവ് ടു മേക്ക് പീസ് വിത്ത് ദ സിറ്റുവേഷൻ, മേക്ക് പീസ് വിത്ത് ദ റിയാലിറ്റി ആൻഡ് ലീവ് ദ പ്രസന്റ് മോമെന്റ്. അതേ വഴിയുള്ളൂ. ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്നില്ല. അപ്പൊ ദൈവവുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ഈ ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ്. അപ്പൊ ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ ശക്തമാക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സമാധാനവും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഒരു വിശ്വാസി എന്ന നിലയിൽ അതൊരു മഹാപീഡന സമയമാണെങ്കിലും ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് പിന്നീട് വലിയ ജോയ്, സന്തോഷമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം വരെ സഹിച്ചു നിൽക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും എവിടെയും വഴിതെറ്റി പോകാതെ, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളിലോട്ടൊന്നും പോകാതെ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ സഞ്ചരിക്കാതെ, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളാണ് പിശാച് കയറി വരാനുള്ള ഒരു വാതിൽ. അതുകൊണ്ട് വഴിതെറ്റി പോകാതെ നമ്മുടെ ഈ ബൈബിളിന്റെ പഠനവും നമ്മുടെ ദേവാലയത്തിലെ ആരാധനയും, ഈ ശരിയായിട്ടുള്ള ആരാധനയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ട്രൂ വർഷിപ്പ്, ഇൻ ട്രൂ വർഷിപ്പ് we find our God. When we find our God, we find ourselves എന്നാണ്. അപ്പോൾ ഈ ഒരു നോയമ്പിന്റെ ധ്യാന ഭാഗങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം. ആ ഒരു തളർവാദ രോഗിയുടെ സൗഖ്യത്തിലൊക്കെ ആൾക്കൂട്ടമാണ് കടന്നത്. പക്ഷെ എന്നിരുന്നാലും ആ മേൽക്കൂര പൊളിച്ചിട്ട് ആ 4 പേര് ആ രോഗിയെ താഴെ ഇറക്കി സൗഖ്യം വാങ്ങി. അപ്പോൾ ഇതൊന്നും അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ യുദാസിന്റെ വെള്ളിക്കാശ് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്, ഏറെ സ്നേഹിച്ചതിനെ ഏറെ വെറുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ കിബ്രധാത്താവ ഞാൻ പറഞ്ഞു, ഇറച്ചി പല്ലിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരത് ചവച്ചൂതയുള്ളൂ, ഇറക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരു മഹാബാധ വന്ന് അവിടെ ഒരു സിമട്രിയായി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് വലിയ വില കൊടുക്കുന്നത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തെക്കാളും കൂടുതൽ ഒന്നിനും സ്നേഹിക്കുന്നത് ദൈവമാണ് നമ്മുടെ സ്നേഹരാജാവ്. അപ്പോൾ ദൈവത്തെ നോക്കി നമ്മൾ യാത്ര ചെയ്യുക, നല്ല പ്രബോധനങ്ങൾ, ദൈവത്തിന്റെ നല്ല പ്രബോധനങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും നന്മ ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. അപ്പോൾ ഈ ഒരു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു വചനഭാഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധിയായിട്ട് ലഭിക്കാൻ